രാഷ്ട്രീയത്തെ ചുറ്റിപ്പറ്റി ആണെന്നുള്ളത് വളരെ സത്യമാണ്. ഇപ്പോൾ ഇടതുമുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണിയും കൂട്ടരെയും UDF-ലേക്ക് ആകർഷിക്കാൻ വേണ്ടി, അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചില നീക്കങ്ങൾ നടക്കുന്ന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ UDF-ന്റെ പക്ഷത്തിലുള്ള, അതായത് PA ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെയും ഇടതുമുന്നണി നോട്ടമിടുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അടുത്ത കാലത്തായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു ഏകീകൃത കേരള കോൺഗ്രസിനെ കൂടെ നിർത്തുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ ഒരു അനിവാര്യതയാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ മൂന്നാം ഊഴത്തിനായി അതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ജോസ് കെ മാണിയെയും കൂട്ടരെയും ഇവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ PJ ജോസഫിനെ കൂടെ ഈ പാർട്ടിയിൽ ലയിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ജോസഫ് ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, PJ ജോസഫ് എൻ്റെ പാർട്ടിയിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം അതൊന്നും മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അത്ര സജീവമല്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ മോൻസ് ജോസഫിനെ കേന്ദ്രീകരിച്ചാണ് പുതിയൊരു രാഷ്ട്രീയ സംഘം വളർന്നു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, എല്ലാ നേതാക്കന്മാരും തന്നെ മാണി ഗ്രൂപ്പിൽ നിന്ന് പോയ നേതാക്കന്മാരെല്ലാം മോൻസിൻ്റെ കീഴിൽ, അതായത് എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്നുള്ള ഏക പോസ്റ്റേ ഉള്ളൂ. വൈസ് ചെയർമാനും വർക്കിംഗ് ചെയർമാനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെക്കാട്ടൊക്കെ അധികാരം കൈകാളുന്നത് മോൻസാണ്. മോൻസിൻ്റെ അപ്രമാദിത്വത്തിനെതിരെ നിൽക്കുന്ന ആരും പാർട്ടിക്ക് പുറത്താവും. അതാണ് സജീവൻ ചക്രവർത്തി സംഭവിച്ചത്. അപ്പം മോൻസിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ കടുത്തുരുത്തി സീറ്റ് നിലനിർത്തിക്കൊണ്ട് ഉള്ള ഏത് ഒത്തുതീർപ്പിനും മോൻസ് തയ്യാറാവും. പിന്നെയുള്ള PJ ജോസഫിന് അത് ശക്തമായി മോൻസിനെ എതിർക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. ജോസഫിൻ്റെ മകനെ അബു ആകട്ടെ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സാഹചര്യത്തിൽ പാർട്ടി ഏതാണ്ട് മോൻസിൻ്റെ കയ്യിൽ തന്നെ നിലനിൽക്കുമെന്നാണ് തോന്നുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജോസ് കെ മാണിയുമായി കൈകോർക്കാനുള്ള സാധ്യത വിദൂരമല്ല. അതുകൊണ്ട് ഒരു ഏകീകൃത കേരള കോൺഗ്രസ് എന്ന സംവിധാനത്തിലേക്ക് വന്ന് ജോസഫിനെയും കൂടി, അതായത് ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ചില നീക്കം നടക്കുന്നുണ്ട്. അതിൻ്റെ ചില ഒരു പ്രത്യക്ഷമായ ഒരു തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത്. അതായത് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മോൻസിൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി AK ജോസഫ് PJ ജോസഫിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന്, അതായത് PJ ജോസഫിനെ പൂഴ്ത്തിക്കൊണ്ട് EK നായനാർ ചെയ്തൊരു പ്രസ്താവന, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയ ഒരു കത്ത്, അത് പുറത്ത് വിട്ടിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് ജോസഫിനെയും ജോസഫിൻ്റെ നയങ്ങളെയും ജോസഫിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ കാർഷിക ജനങ്ങളോടുള്ള ആഭിമുഖ്യം, ഇവയെല്ലാം പ്രകീർത്തിച്ചുകൊണ്ടുള്ള കത്താണ്. ഇതൊക്കെ തന്നെയാണ് കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കത്തെന്ന് പറയുന്നത് അനവസരത്തിലുള്ളതല്ല, വളരെ പ്ലാൻഡ് ആയിട്ടൊരു കത്താണ്. അതിൻ്റെ സൂചന നൽകുന്നത് മറ്റൊന്നുമല്ല, വേണ്ടി വന്നാൽ ജോസഫും ഇടതുപക്ഷത്തേക്ക് ചായാൻ തയ്യാറാണ് എന്നതാണ്. ഏതാണ്ട് 2 വർഷമായി ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ ഒരു പ്രത്യേക അല്ലെങ്കിൽ പൊതു സവിശേഷത എന്ന് പറയുന്നത് അധികാരത്തോട് ഒട്ടു നിൽക്കുക എന്നുള്ളതാണ്. അധികാരമില്ലെങ്കിൽ കേരള കോൺഗ്രസ് നിലനിൽപ്പില്ല. അപ്പോൾ ഇനി ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം, അത്ഭുതങ്ങൾ സംഭവിക്കാം. ജോസഫിന്റെ പാർട്ടിയും ഇടതുപക്ഷത്തേക്ക് പോയി കൂടുന്നില്ല. PJ ജോസഫും നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ CPM-മായി പതിറ്റാണ്ടുകളുടെ ആത്മബന്ധമാണ്. അതായത് EK നായനാർ മുഖ്യമന്ത്രി എന്ന കാലത്ത് അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു PJ ജോസഫ് ഇപ്പോഴും എടുത്തു പറയുന്നത് അന്നത്തെ +2-ന്റെ കാലഘട്ടമാണ്, അല്ലെങ്കിൽ +2 അവതരിപ്പിച്ച ഒരു കാലഘട്ടം. അത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരങ്ങൾ തുടക്കം കുറിച്ചൊന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ നയനാരോട് അദ്ദേഹം മാർപ്പാപ്പയെ കാണാൻ പോയ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വളരെ ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധം എനിക്ക് തോന്നുന്നു പിണറായി വിജയനുമായിട്ട് ഇവരിപ്പോൾ തുറന്നു പോകുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിൽ. അപ്പോൾ ജോസഫ് ഇടതുമുന്നണിയിലേക്ക് വരുന്നത് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസത്തിനും കാരണം ഉണ്ടാകുകയില്ല. കാരണം ജോസഫിന്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. ഇപ്പോഴും തലമുറ നേതാവാണ്, മിസ്റ്റർ ക്ലീനാണ്. ജോസഫ് ഇവിടെ വരുന്നതോടെ പാർട്ടി ശക്തമാകും, മുന്നണിക്ക് വലിയൊരു മുതൽക്കൂട്ടുണ്ടാകും. ഇടക്കാലത്ത് ജോസഫിനെതിരെ ചില ആരോപണങ്ങളൊക്കെ അന്ന് വിമാന യാത്രയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളൊക്കെ, അത് നമുക്കറിയാമല്ലോ. PC ജോർജും കൂട്ടിൽ ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ജോസഫ് അതിനകത്ത് ഉറച്ചു നിന്നു. പിന്നീട് ജോർജിന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ള ജോസഫിന്റെ ഇപ്പോൾ PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി മാറ്റം അസാധ്യമാണോ എന്ന് ചോദിച്ചാൽ അത് അസാധ്യമല്ല. UDF-ന്റെ കക്ഷിയായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്നതെങ്കിൽ തന്നെയും മാറുന്ന രാഷ്ട്രീയ സാഹചര്യം വെച്ച് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയവും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് മാറ്റമില്ല. പിന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ അവരോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന
സഭാ മേലധ്യക്ഷന്മാർ ഇവരുടെയൊക്കെ നിലപാടുകൾക്കും വളരെ പ്രസക്തിയുണ്ട്. ജോസ് കെ മാണി കൂട്ടരും ഇടതു മുന്നണി നിൽക്കുമ്പോഴും സഭാപിതാക്കന്മാർക്ക് വലിയ എതിർപ്പൊന്നും അവർ പ്രകടിപ്പിക്കുന്നില്ല, അണികൾക്കുള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജോസഫിനെയും കൂടെ കൂട്ടിക്കൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾക്ക് സാധ്യതയുണ്ട്, അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല.